പബ്ലിക് എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പലരും എടുക്കുന്ന തീരുമാനമാണ് ഡെയിലി ഇനി അങ്ങോട്ട് 10 മണിക്കൂറും 12 മണിക്കൂറും ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യം. പക്ഷെ മിക്ക സമയവും ഈ ഒരു പ്ലാൻ അട്ടർ ഫെയിലിയർ ആവാനാണ് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ 1-2 ദിവസം ഈ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനുശേഷം ഈ പ്ലാൻ 10 മണിക്കൂർ മാറ്റിയിട്ട് 2 മണിക്കൂറെങ്കിലും എങ്ങനെയും പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്കാവും. ഇതിന്റെ മെയിൻ കാരണം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വിൽ പവറിനെ ആശ്രയിച്ചാണ് ഈ മൊത്തം ഗ്രാൻഡ് പ്ലാൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിൽ പവറും മോട്ടിവേഷനും അത്രയും അടിപൊളിയായിരുന്നെങ്കിൽ ഈ പരീക്ഷയുടെ മുമ്പ് ഈ 10 മണിക്കൂറൊന്നും പഠിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ലായിരുന്നു. അപ്പൊ വിൽ പവറിനെ മാത്രം ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല സൊല്യൂഷനേ അല്ല. നമുക്കിവിടെ വേണ്ടത് നെക്സ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ ഓടാൻ പോകുന്ന ഈ മാരത്തോണിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രോട്ടോകോൾ ആണ് വേണ്ടത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ ഈ 10 hours അല്ലെങ്കിൽ 12 hours വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു സമയം എഫക്റ്റീവ്ലി പഠിക്കാനും അല്ലാത്ത സമയത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ആ സമാധാനം ഒരിക്കലും നിങ്ങൾക്ക് 30 ഡേയ്സ് എഫക്റ്റീവ്ലി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു 30 ഡേയ്സ് മാരത്തോൺ പ്രോട്ടോകോൾ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ 30 ഡേയ്സ് നിങ്ങളൊരു അൺസ്റ്റോപ്പബിൾ ബീസ്റ്റിനെ പോലെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ടാവില്ല, ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. വെൽക്കം ടു ലേൺ വിത്ത് അലക്സ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഈ ഒരു 30 ഡേയ്സ് നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ ഒരു ഐറ്റം ആണ്. അതായത് പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഒറ്റ മൈൻഡ് 5 മണിക്കൂർ പിടിക്കുക, ഇതിന് 4-5 മണിക്കൂറോ ഒറ്റ ഇരിപ്പിനെ കൊണ്ട് ഇരിക്കാൻ നിങ്ങൾ വിചാരിക്കും. പക്ഷെ പ്രാക്ടിക്കലി എന്താ സംഭവിക്കുക? പ്രാക്ടിക്കലി നമ്മുടെ ബ്രെയിനിന് ഒരു റിതം ഉണ്ട്. ആ റിതത്തിന്റെ പേരാണ് അൾട്രേഡിയൻ റിതം. നമുക്കൊരു കാര്യം ചെയ്യാൻ, അത് പഠനമായിക്കോട്ടെ എന്ത് ഫോക്കസ് ടാസ്ക് ആയിക്കോട്ടെ, ഒരു 90 മിനിറ്റ്സിൽ കൂടുതൽ നമുക്ക് ഒറ്റ ഇരിപ്പിന് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ 90 മിനിറ്റ്സ് കഴിയുമ്പോൾ, അതായത് 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ മെല്ലെ മെല്ലെ ലേസി ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തലയിലേക്ക് കയറില്ല, വളരെ ലേസി ആയിട്ട് അൺസ്ട്രക്ചർഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പോലെ ആയിരിക്കും. അത് നിങ്ങൾ 4 മണിക്കൂറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാതിരിക്കുകയായിരിക്കും നല്ല, നിങ്ങൾ കിടന്ന് ഉറങ്ങുമോ അല്ലെ വലിയ ഗെയിം കളിക്കാൻ പോകുമായിരിക്കും നല്ല. അപ്പോൾ ഒരു കാരണവശാലും 10 മണിക്കൂർ ഡെയിലി പഠിക്കണമെങ്കിലും നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഈ 1.5 മണിക്കൂറിനേക്കാളും കൂടുതൽ പഠിക്കാൻ നോക്കരുത്. അത് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്രെയിൻ്റെയും നമ്മുടെ ബോഡിയുടെയും അൾട്രേഡിയം റിതത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റൂൾ എന്താണ്? 90-20 എന്ന് പറഞ്ഞ റൂളാണ്. 90 മിനിറ്റ്സ് നിങ്ങൾ ഹൈ ഫോക്കസിൽ പഠിക്കുന്നു, അവിടെ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഫോൺ അടക്കം വേറെ ഒരു പരിപാടി നിങ്ങൾ നോക്കാൻ പോകുന്നില്ല. 20 മിനിറ്റ്സ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ബ്രേക്ക് എടുക്കുക, വീണ്ടും 90 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ടൈമൊന്നും അല്ല കേട്ടോ, 1.5 മണിക്കൂർ കുത്തിരുന്ന് പഠിക്കുന്നുണ്ട്, വീണ്ടും 20 മിനിറ്റ്സ് ഷോർട്ട് ആയിട്ടുള്ള ബ്രേക്ക്. അപ്പൊ അങ്ങനത്തെ വലിയ വലിയ ബ്രേക്ക് ഒക്കെ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം ഞാൻ ഒരു ടൈം ടേബിളും കൂടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ വീഡിയോന് അവസാനം വരുന്ന ടൈം ടേബിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ 90-20 റൂൾ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ മറ്റു പല ടെക്നിക്സും ചിലർ ഉപയോഗിക്കാറുണ്ട്, പൊമോഡോറോ എന്ന് പറഞ്ഞ ടെക്നിക്സ് ഒക്കെ. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ പൊമോഡോറോ എന്ന് പറഞ്ഞ ടെക്നിക്സ് ഒക്കെ കൂടുതൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ 2-3 മണിക്കൂർ പഠിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 10 hours 12 hours ആ ലെവലിൽ പഠിക്കുമ്പോൾ ഈ ഒരു 90-20 ടെക്നിക്ക് ആയിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആവുക. കാരണം നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്, എന്നാൽ സാമാന്യ റെസ്റ്റും കിട്ടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ റെസ്റ്റിന് ടൈമിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോൺ ഉപയോഗിക്കുക, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുക, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രേക്കിന്റെ സമയവും പഠിക്കേണ്ട സമയം നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യമാണ്, ഈ 10 മണിക്കൂർ നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇന്ധനം വേണം, ഫ്യൂവൽ വേണം. ഫ്യൂവൽ ഇല്ലാണ്ട് നടക്കില്ല. അപ്പൊ നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്യൂവൽ കൊടുത്താലേ ഈ 30 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മാരത്തോൺ പ്രോപ്പറായിട്ട് ഓടാൻ പറ്റുള്ളൂ. ഇത് പലപ്പോഴും നിങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നല്ല പഠിക്കാനൊക്കെ തീരുമാനിക്കും, പക്ഷെ ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കുന്ന നല്ല ഹെവി ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ആ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ കുത്തിയിരുന്നിട്ട്? ഇല്ല, നല്ലൊരു ഉറക്കമൊക്കെ ആയിരിക്കും വരിക. ഇതിന്റെ കാര്യം എന്താണ്? പലപ്പോഴും നമ്മളിങ്ങനെ ഹെവി റൈസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്കൊരു ഗ്ലൂക്കോസ് ക്രാഷ് വരും. നമ്മുടെ ഗ്ലൂക്കോസ് എങ്ങനെയാണോ സ്പൈക്ക് ചെയ്യുക, ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ക്രാഷ് വരും. അങ്ങനെ ഗ്ലൂക്കോസ് ക്രാഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വേണ്ടി എനർജി ഉണ്ടാവില്ല, നല്ലോണം കിടന്നുറങ്ങാനുള്ള ഒരു മൂഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വിൽ പവറിനെ ആശ്രയിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലമണ്ടയിൽ കയറില്ല, അത് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പം നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ, ഒരു പ്രോട്ടോകോൾ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ 30 ഡേയ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റിന്റെ മാസ്റ്റർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിവരമൊന്നും എനിക്കില്ല. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡയറ്റും അതുവഴി നിങ്ങളുടെ ഓവറോൾ എനർജി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾ മാക്സിമം ഹൈ പ്രോട്ടീൻ ലോ ഷുഗർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹൈ പ്രോട്ടീൻ ലോ ഷുഗർ ആണോ നിങ്ങൾ ആരും ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജെമിനയിലോ ചാറ്റ് ജിപിടിയിലോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. പക്ഷെ വളരെ ബേസിക് കാര്യം ഹൈ പ്രോട്ടീൻ ഫുഡ്സ് ആയിട്ടുള്ള എഗ്ഗോ അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നെങ്കിൽ കടലയോ ചെറുപയറോ അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ കുറേ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പുട്ട് പോലത്തെ ഭക്ഷണമൊക്കെ നിങ്ങൾ കുറേ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കുറയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസ് ക്രാഷ് വരാൻ പോകുന്ന ഉച്ച സമയത്തായിരിക്കും. ഉച്ചയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു മൊത്തം മോട്ടിവേഷനും പോകും, നല്ല ഉറക്കോ അല്ലെ നല്ല ക്ഷീണവും വരാൻ ചാൻസ് ഉണ്ട്. ഉച്ചത്തെ ലഞ്ചിന്റെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ കൂടുതൽ വെജിറ്റബിൾ സാലഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഹൈ പ്രോട്ടീൻ അവിടെ നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നാലും നമുക്ക് നമ്മുടെ എനർജി വൈകുന്നേരം വരെ കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്തും കാർബോഹൈഡ്രേറ്റ്സ് ഒബ്വിയസ്ലി നമ്മൾ എടുക്കുന്നുണ്ടാവും റൈസിന്റെ രൂപത്തിലൊക്കെ ആയിട്ട്. പക്ഷെ അതും നിങ്ങൾ ഓവർ ആക്കാൻ വേണ്ടി നോക്കരുത്. അങ്ങനെ ഓവർ ആക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ഉറക്കം മൂടാവും, നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ലഞ്ച് നിങ്ങൾ പറ്റുന്ന അത്രയും ലൈറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ 73% ഓൾമോസ്റ്റ് വാട്ടർ ആണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് സാധാരണക്കാരുടെ ഒരു 2% എങ്കിലും കുറഞ്ഞു പോയാൽ നിങ്ങളുടെ പഠനത്തിന്റെ ഫോക്കസ് ഓൾമോസ്റ്റ് 20% കുറഞ്ഞ പോലെയാണ്. ഇത് ആക്ച്വലി കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നല്ല, പക്ഷെ ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അവ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിക്കുന്ന ടേബിളിന്റെ അടുത്ത് ഒരു കുപ്പി വെള്ളം വെച്ചേക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. പലപ്പോഴും നമുക്ക് പഠിക്കാൻ മൂടില്ല, അതിലൊരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ വരാൻ കാരണം നമുക്ക് ഈ ഭക്ഷണം മര്യാദ കിട്ടാത്തതോ അല്ലെങ്കിൽ വെള്ളം മര്യാദ കിട്ടാത്തതായിരിക്കും. പക്ഷെ അത് നമ്മുടെ ബോഡി നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ, വെള്ളം എന്താന്ന് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഫ്രസ്ട്രേഷനിലാണ് കാണിക്കുക, അല്ലെങ്കിൽ ഈ ആൻസൈറ്റിയിൽ അല്ലെങ്കിൽ ദേഷ്യത്തിലായിരിക്കും കാണിക്കുക. അപ്പൊ ഈ ഒരു സിമ്പിൾ കാര്യം, നല്ല ഭക്ഷണം കഴിക്കുക, വെള്ളം നന്നായി കുടിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഓവറോൾ മൂഡ്, അത് പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഓവറോൾ അല്ലേ തന്നെ നിങ്ങളുടെ മൂഡ് ഇംപ്രൂവ് ആവും. അപ്പൊ ഈ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വർഷം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിലേക്കാവും, പഠിച്ച് അങ്ങോട്ട് മടുത്തു. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിൽ പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കൊണ്ട് കുറച്ചു നേരം പഠിച്ച് മടുത്തു, ഇനി ഉറങ്ങാൻ വിചാരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു നാപ്പ് എടുക്കാനൊക്കെ ആയിരിക്കും പോകുന്നു 10-15 മിനിറ്റിന്റെ. പക്ഷേ എനിക്ക് 3 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും. എന്ന് മാത്രമല്ല 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും എനിക്ക് വരിക. ആ ഒരു അവസ്ഥയിൽ എന്തായാലും അടുത്ത ഒരു 1-2 മണിക്കൂറിലേക്ക് നിങ്ങളുടെ പഠനം നടക്കില്ല. അങ്ങനെ ഒരു 5 മണിക്കൂർ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള സമയം ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. ഇത് 1-2 ദിവസം നിങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 30 ദിവസം നിങ്ങൾക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഈ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇന്നവിറ്റബിൾ ആയിട്ട് വരാൻ പോകുന്ന നമ്മുടെ ആ ഒരു ടയേർഡ്നെസ് നമ്മൾ എന്തായാലും ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് NSDR അഥവാ യോഗനിദ്ര. അപ്പൊ NSDR എന്ന് പറഞ്ഞാൽ വളരെയധികം സയന്റിഫിക് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ്. നോൺ സ്ലീപ്പ് ഡീപ് റെസ്റ്റ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യുക, യൂട്യൂബിൽ വല്ല NSDRന്റെ യോഗനിദ്രയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അത് എടുത്തിട്ട് ഒന്ന് വെറുതെ കിടന്ന് റിലാക്സ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ സയന്റിഫിക്കലി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ റിക്കവറി ഇല്ലേ, ആ ഒരു സെയിം റിക്കവറി ഈ NSDR ചെയ്യുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും, മിമിക് ചെയ്യും. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഉറങ്ങുമില്ല. അപ്പൊ ആ ഒരു ഉറങ്ങുന്നതിന്റെ ബെനിഫിറ്റ്സ് ഉറങ്ങാതെ തന്നെ ഒരു 10-20 മിനിറ്റ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതായിരിക്കും. അപ്പൊ ആദ്യമൊക്കെ എനിക്കും ഇതൊക്കെ പുതിയ കാര്യമായതുകൊണ്ട് ചെയ്യാൻ കുറച്ച് മടിയായിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ അതിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ റിയൽ ലൈഫിൽ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല ഈ 4 മണിക്ക് ഈ ഒരു പ്രശ്നം എന്താണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കിട്ടാം. അടുത്ത മിസ്റ്റേക്ക് പല കുട്ടികളും ഉണ്ടാക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെന്റിനെ ഫിക്സ് ചെയ്യാതെ നിങ്ങളുടെ മനസ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ അങ്ങനെ പഠിക്കണം, മോട്ടിവേഷൻ വേണം, പാരൻസിനെ പ്രൂവ് ചെയ്യും, മറ്റൊരു നാട്ടുകാരെ പ്രൂവ് ചെയ്യാം എന്നിട്ട് ആ ഒരു പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടോ, അതിലൊരു തെറ്റില്ല, നല്ല കാര്യം. നമ്മുടെ മനസ്സിനെ ആദ്യം വൃത്തിയാക്കണം, നമ്മുടെ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർലി ഫോക്കസ്ഡ് ആയിരിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റും അതിനനുസരിച്ച് ഫോക്കസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്ലാൻ നടത്താൻ പോകുന്നില്ല. അപ്പൊ അവിടെ നിങ്ങൾ ഏറ്റവും ബേസിക് കാര്യങ്ങളായ നിങ്ങൾ പഠിക്കുന്ന ടേബിള് വൃത്തിയാക്കി വെക്കുക, അതിൽ അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുക മുതൽ നിങ്ങൾ ഈ സാധനമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്, അതിനെ പൂട്ടി വെക്കാനുള്ള പ്ലാന് തുടങ്ങുക. പഠിക്കുന്ന സമയം ആ 90 മിനിറ്റ് സമയം ഒരു കാരണവശാലും വേറൊരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഈവൻ ഫോൺ ഉപയോഗിച്ച് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾ അനാവശ്യമായ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യുകയോ വാട്സപ്പ് ആ സമയത്ത് ഡിസേബിൾ ചെയ്ത് വെക്കുകയോ എന്ത് വേണം ചെയ്തുകൂടാ. പക്ഷേ എൻവയോൺമെന്റ് നിങ്ങൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ 30 ഡേയ്സ് പോയിട്ട് ഒരു 30 മിനിറ്റ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഈ ഫോണിന്റെ ഡിസ്ട്രാക്ഷനും ഗെയിമിംഗ് ഡിസ്ട്രാക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഒരു അഡിക്റ്റീവ് ലെവലിലേക്ക് ഓൾറെഡി ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം, നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റ് എപ്പോൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂള്, നിങ്ങൾ രാവിലെ തന്നെ പഠിക്കേണ്ട സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഉച്ചയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസിയസ്റ്റ് സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഉച്ചയ്ക്ക് ഓൾറെഡി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊരു ടയേർഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ബ്രെയിനിലേക്ക് ഭീകര സാധനങ്ങളൊക്കെ തലയിൽ കയറ്റി വിടാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള സാധനം പഠിക്കുക. വൈകുന്നേരം കൂടുതൽ
പ്രാക്ടീസ് ചെയ്യാൻ, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി തലേന്ന് പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങളോ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി ഒബ്വിയസ്ലി ആദ്യമുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പഠിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് രാവിലത്തിന്റെയും ഈ ഉച്ചത്തിന്റെയും ഒരു ഇടയിൽ വരുന്ന മീഡിയം സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങളൊരു സ്പെസിഫിക് എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് തോന്നിയ സബ്ജക്ട്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല, ആ ഒരു സബ്ജക്റ്റിന് പഠിക്കണം. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ആ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആകുമ്പോൾ പഠിക്കേണ്ടത്. കാരണം ഫ്രഷ് ആകുമ്പോൾ ബ്രെയിൻ ഫ്രഷ് ആയിരിക്കും, ബോഡി ഫ്രഷ് ആയിരിക്കും, എല്ലാ രീതിയിലും ഫ്രഷ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഈസിലി പഠിക്കാൻ പറ്റും. പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരം ഈ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്താൽ വലിയ ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡെയിലി നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡെയിലി നിങ്ങൾക്ക് 30 ദിവസം 10 മണിക്കൂറൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടൈം ടേബിൾ വേണം. ആ ടൈം ടേബിൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അതിന് നിങ്ങൾക്ക് വേണ്ടി ഒരു മോക്ക് ടൈം ടേബിൾ ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ലൈഫിൽ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ ആവശ്യവും പ്രകാരം നിങ്ങൾ എന്ത് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ രീതിയിലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അൾട്രേഡിയും റെതവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു സയന്റിഫിക്കലി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫുള്ള് ഞാൻ വായിക്കുന്നില്ല. രാവിലെ എണീക്ക കാര്യങ്ങളൊക്കെ ചെയ്യുക. ആദ്യത്തെ 1.5 മണിക്കൂർ മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്ട് നിങ്ങൾ സ്റ്റഡി ബ്ലോക്കിൽ ചെയ്യുന്നു. അരമണിക്കൂറാണ് ഇവിടെ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്, കാരണം അവിടെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ട്. അപ്പൊ അരമണിക്കൂർ നമുക്ക് വേണ്ടി വരും. വീണ്ടും സ്റ്റഡി ബ്ലോക്ക് 2 വിച്ച് ഇസ് ഓൾസോ വെരി ഡിഫിക്കൽട്ട്. 1.5 മണിക്കൂർ പഠിക്കേണ്ട ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കുക. വീണ്ടും ഒരു അരമണിക്കൂർ ബ്രേക്ക് ഞാൻ അവിടെ കൊടുത്തത്. നിങ്ങൾക്ക് 15 മിനിറ്റോ 20 മിനിറ്റോ മതിയെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക. ഇനി അതല്ല അരമണിക്കൂർ എടുത്താലേ 30 ദിവസം ഈ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളതാണ്. നിങ്ങൾ അരമണിക്കൂർ എടുത്തോ. ആകെ ശ്രദ്ധിക്കേണ്ടത് ആ അരമണിക്കൂറിന് അവസാനത്തെ ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹൈ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഫ്ലഡ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് സ്ക്രോളിങ്ങോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ 30 മിനിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 മിനിറ്റ്സ് നിൽക്കില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ബ്ലോക്കും ബ്രേക്കും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ സ്റ്റഡി ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്റ്റഡി ബ്ലോക്കിൽ ഞാൻ ഏത് ചാപ്റ്റർ പഠിക്കും, ഏത് ടോപ്പിക് പഠിക്കും, ഈ ഒരു സ്റ്റഡി ബ്ലോക്കിൽ എന്ത് പഠിക്കും, അവസാനത്തെ സ്റ്റഡി ബ്ലോക്കിൽ ഏത് ചാപ്റ്ററിന്റെ റിവിഷൻ, ഏത് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, അതാണ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ മോക്ക് ടൈം ടേബിൾ ആണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ പെർ ഡേ നിങ്ങൾക്ക് 10.5 hours പഠിക്കാൻ കിട്ടുന്നതായിരിക്കും. ഓൾമോസ്റ്റ് 5.5 മണിക്കൂർ ബ്രേക്കും പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടുന്നതായിരിക്കും. 8 മണിക്കൂറോളം നിങ്ങൾക്ക് സ്ലീപ്പും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഐഡിയൽ ആയ ടൈം ടേബിൾ ആണ്. ഇനി 10 മണിക്കൂർ നിങ്ങൾക്ക് വേണം 12 മണിക്കൂർ ആക്കാം, ഇനി വേണേൽ കുറച്ച് 8 മണിക്കൂർ ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പോയിന്റ് ഇസ് ഈ ഒരു കാര്യം എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് കൗണ്ട് ചെയ്യുക. നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. നിങ്ങൾ 14 മണിക്കൂർ ഡെയിലി പഠിക്കുകയാണ്, പക്ഷെ നിങ്ങൾ 3 ദിവസം പഠിക്കുന്നുള്ളെങ്കിൽ വേഴ്സസ് നിങ്ങൾ 8 മണിക്കൂർ പഠിക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ 30 ദിവസമായി ചെയ്യുന്നുണ്ടെങ്കിൽ ആ അവേഴ്സിന്റെ കാൽക്കുലേഷൻ വെറുതെ ചെയ്ത് നോക്കിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാവും. ഇവിടെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കൺസ്ട്രെയിൻറ്റ് സ്ലീപ്പിന്റെ കാര്യത്തിൽ കുറേ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ കൊടുക്കരുത്. 8 മണിക്കൂർ ഞാൻ കൊടുത്തു, അത് ഐഡിയലാണ്. അത് 7 മണിക്കൂറിന് താഴെ പോയാൽ അത് വലിയൊരു പ്രശ്നമാണ്. 9 മണിക്കൂറിന്റെ മുകളിൽ പോകേണ്ട ആവശ്യമില്ല. 7 മണിക്കൂറിന് താഴെ പോയാൽ പ്രശ്നം എന്ന് പറയാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്ത് രാവിലെ കുത്തിരുന്ന് പഠിച്ചാലും അതൊക്കെ നമ്മുടെ മെമ്മറിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പ്രോസസ്സ് നടക്കുക നിങ്ങൾ പഠിക്കുമ്പോഴല്ല, നിങ്ങൾ ആക്ച്വലി റെസ്റ്റ് ചെയ്യുമ്പോഴാണ്, സ്ലീപ്പ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പഠിത്തം പഠിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ബ്രെയിനിലെ കാര്യം സ്റ്റോർ ചെയ്യില്ല. ഇത് വെറുതെ ഞാൻ നിങ്ങളെ ഉറങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെ ഹെൽത്തിന് വേണ്ടി പറയല്ല, ആക്ച്വലി പഠനത്തിന്റെ കാര്യത്തിലും അത് നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ മിനിമം 7 hours എങ്കിലും സ്ലീപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 30 days 10 hour പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാരത്തോൺ പ്രോട്ടോകോള്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഈ പ്രോട്ടോകോളും കൂടി ഉപയോഗിച്ച് പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റും കൂടെ നിങ്ങൾ ഫിക്സ് ചെയ്ത് അങ്ങോട്ട് പഠിക്കാതിരുന്നോടോ 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ മാറും, ഒരു സംശയമില്ല. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ബെസ്റ്റ് വിഷസ് തന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.